morning, guys, and welcome back to another video. Welcome back to my channel. Happy New Year, guys. Basically, നമ്മുടെ ന്യൂ ഇയർ 2025 ഫസ്റ്റ് വീഡിയോ ആണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലൈക്ക് ന്യൂ ജിം ബാഗ് വന്നിട്ടുണ്ട്. 2025 പുതിയ എഡിഷൻ അവരുടെ മസിൽ ബ്ലേസിൻ്റെ ഭയങ്കര അടിപൊളി ബാഗാണ്. സോ അപ്പോൾ അതിനകത്തേക്ക് നമ്മളെ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് ലെറ്റ്സ് ഗോ ജിം. ബോട്ടിൽ വെള്ളം താഴത്തു എടുക്കാം. ഹെഡ്ഫോൺസ് ഉണ്ട്, പ്രീ വർക്കൗട്ട് ഉണ്ട്, ആൻഡ് മൈക്ക്. പിന്നെ ഹൗസ് 25 ഗോയിങ് ഗൈസ്? തുടങ്ങിയുള്ളൂ. എങ്ങനെയുണ്ട്? ഹൗസ് ദ 25 സ്റ്റാർട്ടിങ് ഫോർ യു പീപ്പിൾ? ഞാൻ ഉഷാറാക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് യൂട്യൂബ് വീഡിയോ എടുപ്പ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാം ഉഷാറായിട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്നു. ഇത് ഞാനിത് മറ്റേ ട്രക്കിങ്ങിന് പോകുന്നവരുണ്ട്, ഇത്രയും വലിയ സാധനങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഇതിനകത്ത് അധികം സാധനങ്ങളൊന്നും ഇല്ല. പിന്നെ ഷോ കാണിക്കാൻ വേണ്ടി ബാഗ് കൊണ്ടുപോകുന്നത്. ലെറ്റ്സ് ഗോ ടു ദ കിച്ചൺ ആൻഡ് prep a pre-workout meal. Let's go gym. Hi Amini. Hi Amini. Good morning. Good morning. ദേ കിച്ചണിൽ അമ്മയുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അമ്മമ്മ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സൂപ്പർ. ഇവിടെ ദോശ വേണോ? ദോശ നെയ് റോസ്റ്റ്. വരേണ്ടവർ ഓർഡർ ചെയ്താൽ മതി, പാഴ്സൽ ചെയ്യാൻ വീട്ടിലേക്ക്. ദോശ കഴിക്കാൻ വന്നതാണ്. അമ്മണി എന്തോ വെച്ചിരുന്നേനി? ഒന്നുമില്ല, ദോശ ചിക്കനുമായിട്ട് വെച്ചിരിക്കുന്നു. ഒരു ചെറിയ പൂച്ചനെ പിടിച്ചേറ്റേ മുത്തി. ചേട്ടൻ പോട്ടെ, ചേട്ടൻ ഫുഡ് കഴിക്കട്ടെ. ഒരു ദോശ ഞാൻ വന്ന് കഴിക്കണമെന്നുണ്ട്, പക്ഷെ നമ്മൾ ഡയറ്റ് റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറ്റില്ല. നമ്മൾ ഓട്സ് ആണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രീ വർക്കൗട്ട് മീൽ പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ട പ്രോട്ടീൻ ഓട്സാ. ദോശയുടെ മണമൊക്കെ അടിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കഴിക്കില്ല. നമുക്കിത് മതി. കണ്ട, ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി ജോലിക്ക് പോകുന്നവര് ശമ്പളം വാങ്ങിക്കുന്നത് വളരെ ടെൻഷൻ അടിച്ചാണ്. അതെ, നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ മെനക്കേടില്ല. മെനക്കെട്ട പണി മെനക്കെട്ട് ചെയ്യുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാണ്. അതും പെർമനന്റ് ആണോ? അല്ല. എപ്പോ വേണേ അമ്മരെ പറഞ്ഞോടാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ എന്ന് നിർത്തുന്നോ അന്ന് ഇത് നിൽക്കത്തുള്ളൂ. അപ്പോ അടുത്തത് ഞാൻ നിങ്ങൾക്ക് പറയണമെന്ന് വെച്ചാൽ ലൈക്ക് ടോക്ക കോഫിയുടെ പുതിയ ഫ്ലേവർ വേ പ്രോട്ടീൻ ലൈക്ക് കോഫി ഫ്ലേവർ ആണ്. ലൈക്ക് ഈ ചോക്ലേറ്റ് ഓട്സിൻ്റെ കൂടി ഈ കോഫിയും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു സ്കൂപ്പ് അതിടാം. ദോശ കൊടുക്കാൻ കണ്ട, ഇനി എടുത്ത് ദോശ കാണിക്കണം അവളെ. നാക്ക് വെള്ളമൊക്കെ തന്നെ. കുറച്ച് പാലൊഴിക്കാം. നിങ്ങൾ എവിടെ പോയപ്പോഴത്തേക്ക് ആൾക്കാർ നിങ്ങളെ തിരക്കിന്ന് പറഞ്ഞു? തിരുമാന്താംകുന്ന് അമ്പലത്തിൽ പോയി. ഹോട്ടലിൽ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. എന്നിട്ട് കുറെ നേരം ഒരു കൊച്ചൻ എന്നെ, രണ്ടുപേരെന്നെ ശ്രദ്ധിക്കുന്നു. കുറെ നേരം കൊണ്ട് ശ്രദ്ധിക്കുന്നു. അപ്പൊ ഞാൻ അനിത ചേച്ചിട്ട് പറഞ്ഞു, ചേച്ചി എന്തോ ആ കൊച്ചു ചോദിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞേ, ചിലപ്പം നമ്മുടെ ഉണ്ണിക്കുട്ടനെ അന്വേഷിച്ച് വരുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അടുക്ക വന്നേച്ച് ചോദിച്ചു, ഗൂഗിളിയേട്ടൻ്റെ അമ്മയല്ലേ, ഞാൻ റീൽ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട് അമ്മേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ റിസപ്ഷനിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെയും പുള്ളിയും ചോദിച്ചു, ഗൂഗിളിൻ്റെ അമ്മയാണല്ലേ? ഞാൻ പറഞ്ഞു ഓക്കെ, ഗൂഗിളിൻ്റെ അമ്മയാണ്. പിന്നെ അങ്ങോട്ട് ട്രെയിനിൽ പോകുന്നു. ട്രെയിനിൽ ഷൊർണൂർക്ക് ട്രെയിനിൽ പോകുമ്പോൾ ട്രെയിനിൻ്റെ അകത്ത് IT കമ്പനി ജോലിയുള്ള ഒരു പെങ്കൊച്ച്, അവർ കോയമ്പത്തൂർക്ക് പോകുന്നു. അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ട് ഇങ്ങനെ വന്നപ്പം ആൻറ്റി എന്ത് ചെയ്യുന്നു, ആൻറ്റിക്ക് മക്കളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു മോനാണ്, എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ MSW കഴിഞ്ഞിട്ട് അവൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ചാനൽ എന്തുവാന്ന് ചോദിച്ചു നോക്കിയപ്പോൾ ചോദിച്ചു, അയ്യോ ഇതെൻ്റെ ഫോളോവേഴ്സാണ്, ഞാൻ ഫോളോവേഴ്സ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവരുടെ അവിടുത്തെ ഫ്രണ്ട്സ് എല്ലാം നിന്നെ ഫോളോ ചെയ്യുന്നതാണ്. എന്ത് ചെയ്യാൻ, എവിടെ ചെന്നാലും നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവണം. അപ്പോൾ സെറ്റിലായി, നമുക്കിത് കഴിക്കാം. ബാ. Let's taste this coffee and Doctor's Choice chocolate whey protein. Nice. Guys, trust me,
ഇത് നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയിട്ട് കൊള്ളത്തില്ലെങ്കിൽ ഞാൻ പൈസ തിരിച്ചു തരും. ഞാൻ ഫ്ലേവർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല. ഐ റിയലി ലവ് ദിസ്. പണ്ട് മറ്റേ കോഫി ബൈറ്റ് എന്ന് പറഞ്ഞ മിഠായി വാങ്ങിക്കില്ല കുഞ്ഞിത്, റാപ്പ് ചെയ്തിട്ടുള്ള ആ സെയിം ചോക്ലേറ്റ് ടേസ്റ്റ് കിട്ടണം. ഒരു രക്ഷയില്ല, സൂപ്പർ. നിങ്ങളും ഒരു പ്രീ വർക്കൗട്ട് മീലോ ബ്രേക്ക്ഫാസ്റ്റോ സ്നാക്കോ ആയിട്ടൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ക്യാൻ ടേക്ക് ദിസ് ഡോക്ടേഴ്സ് ചോയ്സ് ചോക്ലേറ്റ് ഓട്സ്. അഫോർഡബിൾ ആണ്, അതുപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉണ്ട്. 24 grams പ്രോട്ടീനും ഉണ്ട്, ഷുഗറും ഇല്ല ഇതിനകത്ത്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. സോ അപ്പം ഞാൻ എൻ്റെ കോഡും ഡിസ്കൗണ്ട് കോഡും കാര്യങ്ങളൊക്കെ കൊടുക്കാം, മസിൽ ബ്ലേസിൻ്റെയും ഇതിൻ്റെയും. യു ക്യാൻ ഗോ പർച്ചേസ് ദാറ്റ്. ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്ക്. യു ക്യാൻ ബൈ ഇറ്റ്. ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ് ആയിരിക്കും. നല്ല ക്വാളിറ്റിയാണ്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് പോയി വരാം. ഫോർ എ ചേഞ്ച് ടുഡേ ഈസ് എ ഫ്രൈഡേ. തെറ്റിദ്ധരിക്കണ്ട, പുഷ് വർക്കൗട്ട്സ് ഇല്ല. ചെസ്റ്റിനും ഷോൾഡേഴ്സിനും വി ആർ ഡൂയിങ് ഫ്ലൈ മൂവ്മെൻറ്റ്സ്. സോ ഐ കോൾ ഇറ്റ് ആസ് എ ഫ്ലൈ ഡേ. അപ്പോൾ എങ്ങനെയാ, ഫ്ലൈഡേക്ക് പോയാലോ? ലെറ്റ്സ് ഗോ, കം. സോ അപ്പം ടുഡേ ചേഞ്ച് നമ്മളിന്ന് സ്കൂട്ടറിലാണ് പോകുന്നത്. എനിക്കൊന്ന് ടൗണിലൊക്കെ ഭയങ്കര ട്രാഫിക്കാണ്. എനിക്ക് കാറ് ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകല് ഭയങ്കര ടാസ്ക്കാണ്. സോ വിൽ ഗോ ബൈ സ്കൂട്ടർ. യെസ്, വി റീച്ച് ദ ജിം. This is Team Pro Fitness Studio. Look, എല്ലായിടത്തും Team Pro. Hi guys. Yep. അപ്പോൾ നമ്മൾ ജിമ്മിലെത്തി. ലെറ്റ്സ് ടേക്ക് എ പ്രീ വർക്കൗട്ട് ഡ്രിങ്ക്. പ്രീ വർക്കൗട്ടിനായിട്ട് ഞാൻ ഐസ്, തണുത്ത വെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഐ എം യൂസിങ് വോർത്താക്സ് കോള ഫ്രോസ്റ്റ് ഫ്ലേവർ, വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്ലേവേഴ്സ്. അത്യാവശ്യം നല്ല എഫക്റ്റും കിട്ടും, ഭയങ്കര ഇച്ചിങ് ഒന്നുമില്ല. അത്യാവശ്യം നോർമലായിട്ടുള്ളൊരു പവർ കിട്ടും, നമുക്ക് നല്ല രസത്തിൽ ചെയ്യാനും പറ്റും. ലെറ്റ്സ് ഗോ. ഇതിൻ്റെ പൊടിയാണ് പ്രശ്നം, മൂക്കിലടിക്കുമ്പോഴത്തേക്കും. പിന്നെ ഞാനിങ്ങനെ രാവിലെ ഒരു ഏകദേശം ടൈം 11 o'clock ആണ്, 11:30. കാരണം ജിമ്മിൽ ആരും ഇല്ല, നമ്മൾ കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും, ആരെയും ബുദ്ധിമുട്ടിക്കാതെ വീഡിയോ എടുക്കാൻ. അതാണ് ഞാൻ ഈ സമയം ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇടയ്ക്ക് ഒരു സ്കൂപ്പ് ഫ്രീ എടുക്കും, ലൈക്ക് ഓഫ് ടൈം ആയതുകൊണ്ട് ഒന്ന് പവറായിട്ട് നിൽക്കാനായിട്ട്. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. സെറ്റ് ബയോ. അപ്പം ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു, നമുക്ക് ഇന്നൊരു ഫ്ലൈ ഡേ ആണ്. ഫ്ലൈ ഡേ ഇസ് ലൈക്ക്, ഇന്നലെ ഞാൻ ട്രൈസെപ്സ് ചെയ്തതുകൊണ്ട്, ഇന്നലെ ആംസും കാർഡിയോ ഒക്കെ ചെയ്തതുകൊണ്ട്, ഇന്ന് ട്രൈസെപ്സ് ആക്ടിവേറ്റ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ പുഷ് ഡേ ചെയ്ത് കഴിഞ്ഞാൽ ട്രൈസെപ്സ് ഭയങ്കരമായിട്ട് ആക്ടിവേറ്റ് ആവും, റെസ്റ്റ് കിട്ടില്ല. സോ അപ്പോൾ അതുകൊണ്ട് വിൽ ബി ഡൂയിങ് എ ഫ്ലൈ ഡേ. ചെസ്റ്റിനും ഷോൾഡേഴ്സിനും 3 വർക്കൗട്ട്സ് ഈച്ച്. നമ്മൾ ഫ്ലൈ മൂവ്മെൻറ്റ്സ് മാത്രമേ ചെയ്യുള്ളൂ. ഐ വിൽ ഷോ യു ഏതൊക്കെ ഫ്ലൈ മൂവ്മെൻറ്റ്സാണ് ചെയ്യുന്നത്, ഫ്ലൈ മൂവ്മെൻറ്റ്സ് എങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യാം എന്ന് നമുക്ക് കാണാം. കം ലെറ്റ്സ് ഗോ ഫോർ ദ ഫസ്റ്റ് ഫ്ലൈ മൂവ്മെൻറ്റ്. ചെസ്റ്റാണ് ചെയ്യുന്നത്. ഫോർ ദ ഫസ്റ്റ് വർക്കൗട്ട് നമ്മൾ പെക്ടെക് ഫ്ലൈസാണ് ചെയ്യുന്നത്, ചെസ്റ്റ് ഫ്ലൈസ്. ആൻഡ് ഒരു 30 kg ഇപ്പോൾ കിടക്കുന്നുണ്ട്. സോ അപ്പോൾ അതിൽ വിൽ ബി ഡൂയിങ് 2 വാം-അപ്പ് സെറ്റ്സ് ആൻഡ് 3 വർക്കിംഗ് സെറ്റ്സ്. ലെറ്റ്സ് ഗോ. എപ്പം ചെയ്യുമ്പോഴും നിങ്ങൾ എക്സെൻട്രിക് മോഷൻ തിരിച്ച് പതുക്കെ വിടുക. ആൻഡ് ഇവിടം വരെ കൊണ്ടുവന്നാൽ മതി, മൊത്തം അടുപ്പിക്കണ്ട. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഫോർ വാട്ട് വാം-അപ്പ് സെറ്റ് ആൻഡ് വർക്കിംഗ് സെറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭവം പറഞ്ഞാൽ വാം-അപ്പ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് യുവർ മസിൽസ് വിൽ ബി വാംഡ് അപ്പ് ഫോർ ദ മെയിൻ വർക്കിംഗ് സെറ്റ്. സോ അപ്പോൾ അതാണ് ഫ്ലൈ മൂവ്മെൻറ്റ്സ് ആയാലും പുഷ് മൂവ്മെൻറ്റ്സ് ആയാലും ഡു വാം-അപ്പ് സെറ്റ്സ്. ഒരു 1-2 വാം-അപ്പ് സെറ്റ് ചെയ്തിട്ട് മാത്രം വർക്കിംഗ് സെറ്റിലേക്ക് പോവുക. അപ്പോഴേ മസിൽസിന് പ്രോപ്പർ എൻഗേജ്മെൻറ്റ് കിട്ടുള്ളൂ നമ്മൾ ഹെവി വെയ്റ്റ്സ് ലോഡ് ചെയ്യുമ്പോഴത്തേക്കും. കീപ്പ് ഇൻ മൈൻഡ്. അപ്പോൾ നമ്മൾ നമ്മുടെ വാം-അപ്പ് സെറ്റ്സ് കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് വർക്കിംഗ് സെറ്റാണ്, അതിൽ നമ്മൾ 80 ആണ് സ്റ്റാക്കിൽ ലോഡ് ചെയ്തേക്കുന്നത്.
ഇപ്പോൾ നമുക്ക് എത്രയാണോ ഒരു 8 to 12 റെപ്സ് പുഷ് ചെയ്യാൻ പറ്റുന്ന അത് മാക്സിമം വെയിറ്റ് ഇട്ടിട്ട് ഫെയിലിയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ 8 to 12 റെപ്സിൽ ഫെയിലിയർ ആവണം, ആ വെയിറ്റ്സ് വേണം നമ്മൾ ലോഡ് ചെയ്യാൻ. സോ അപ്പം ഇപ്പം ഞാൻ 80 ഇട്ടിട്ടുണ്ട്. ലെറ്റ്സ് ലുക്ക് നമുക്കൊരു 10 to 12 റെപ്സ് കിട്ടുമോ എന്നുള്ളത്. പ്രോപ്പർ റെപ്സ് കേട്ടോ, നോർമലി വെറുതെ ഇങ്ങനെ അടിക്കുന്നതല്ല, പ്രോപ്പറായിട്ടുള്ള റെപ്സ്. ലെറ്റ്സ് ഗോ. 1 2 3 super 4 super 5 9 10 1 The only thing that I have to tell you is like നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം വർക്കൗട്ട്. ലൈക്ക് ഇപ്പം ചെറിയ വെയിറ്റ് ആയിക്കോട്ടെ വലിയ വെയിറ്റ് ആയിക്കോട്ടെ, നെവർ മൈൻഡ് ആളുകൾ എന്ത് വിചാരിക്കുന്നു എന്നുള്ളതല്ല. വർക്കൗട്ട് ഫോം ഈസ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ മസിൽ ഗ്രോത്തിന്. നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഏത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഏത് രീതിയിൽ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതിൽ. അപ്പോൾ നിങ്ങൾ ഏത് വർക്കൗട്ട് ചെയ്താലും, ഏത് മെഷീൻ വർക്കൗട്ട് ആയിക്കാലും കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സ് ആയിക്കാലും ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യുക. സ്ലോ റെപ്പ്, ലിമിറ്റഡ് നമ്പേഴ്സ്, ഫെയിലിയർ പുഷ് ചെയ്യാൻ നോക്കുക. ലൈക്ക് അതൊക്കെയാണ് ബേസിക്കലി നമ്മുടെ മൈൻഡിൽ വേണ്ടത്. അല്ലാതെ ആളുകളെ കാണിക്കാൻ വേണ്ടി 20 റെപ്പ് അടിച്ചിട്ട് കാര്യമില്ല. കീപ്പ് ഇൻ മൈൻഡ് സ്ലോ ആൻഡ് സ്റ്റഡി വിത്ത് ദ പ്രോസസ്. ലൈക്ക് എന്ത് ചെയ്താലും അത് പതുക്കെ നോർമലായിട്ട് ചെയ്യാൻ നോക്കുക. എന്നാലേ നിനക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. കാണുന്ന ആൾക്കാർക്കുള്ള ബെനിഫിറ്റ് അല്ല, വാട്ട് യു വാണ്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ നാട്ടുകാർക്ക് എന്ത് വേണം എന്നുള്ളതല്ല നമ്മുടെ കാര്യം. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്, വർക്ക് ഫോർ യുവർ സെൽഫ്. സോ അപ്പോൾ എല്ലാം വേണ്ടതുപോലെ ചെയ്യാൻ നോക്കുക. ആൻഡ് വി ആർ ഗോയിങ് ഫോർ അവർ ലാസ്റ്റ് വർക്കിംഗ് സെറ്റ്. സെയിം വെയിറ്റ് ആണ്, 8 to 12 reps. ഫെയിലിയർ പുഷ് ചെയ്യാം. ഓ 2 3 4 one more. Oh. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പെറ്റക് ഫ്ലൈസ് റാപ്പ് ചെയ്തു. ഇങ്ങനെ വേണം ചെയ്യാൻ. ലൈക്ക് എല്ലാം ഫെയിലിയർ ഹിറ്റ് ചെയ്യുക. നിങ്ങളുടെ ലോഡ് എന്ന് വെച്ചാൽ നിങ്ങൾ വല്ലവനും പറയുന്ന ലോഡൊന്നും അടിക്കണ്ട. നിങ്ങൾക്ക് എന്ത് ലോഡാണോ നിങ്ങൾക്ക് ഫെയിലിയർ പുഷ് ചെയ്യാൻ പറ്റുന്നത് ആ ലോഡ് എടുത്തിട്ട് ഫെയിലിയർ പുഷ് ചെയ്യുക. 8 to 12 റെപ്സിൽ ഫെയിലിയർ ആവണം. കീപ് ദാറ്റ് ഇൻ മൈൻഡ്, വർക്ക് ഫോർ യുവർ സെൽഫ്. ബാ അടുത്തത് ചെയ്യാം. വി ആർ ഗെറ്റിംഗ് ഇൻ വിത്ത് അവർ സെക്കൻഡ് വർക്കൗട്ട്. സെക്കൻഡ് ഫ്ലൈ മൂവ്മെൻറ്റ് ഇസ് ഇൻക്ലൈൻ ഡംബൽ ഫ്ലൈസ്. അപ്പോൾ ഇതിന് വാമപ്പ് സെറ്റ് ഇല്ല. ഓൾറെഡി നമ്മൾ ഫ്ലൈ മൂവ്മെൻറ്റ്സിൽ ഒരു വാമപ്പ് ചെയ്തുകൊണ്ട് വിൽ ബി ഗോയിങ് ഡയറക്ട്ലി ടു ദ വർക്കിംഗ് സെറ്റ്. അപ്പോൾ അതിന് വിൽ ബി ടേക്കിംഗ് 15 kg ഡംബൽ എടുക്കുക, ഫ്ലൈ ചെയ്യാം. Let's go. Oh, come on. Let's go. Oh. 1 2 3 4 1 easy 2 super കൊള്ളാം സൂപ്പർ. ഓൺലി വൺ തിങ്, വെനെവർ യു ലിഫ്റ്റ്, നിങ്ങൾ എപ്പോൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്താലും ഈഗോ ലിഫ്റ്റിങ് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് മാത്രം ചെയ്യാൻ നോക്കുക. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ഈഗോ ലിഫ്റ്റിംഗ് മെയ്ഡ് മീ ലൈക്ക് ദിസ്, ഈഗോ ലിഫ്റ്റിംഗ് മെയ്ഡ് മീ ലൈക്ക് ദാറ്റ്. ബ്രോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ വെറുതെ എഴുതി വിടുന്നത് മാത്രമാണ്. ഈഗോ ലിഫ്റ്റിംഗ് നമുക്ക് ഇഞ്ചുറി ഉണ്ടാക്കും. അതൊന്നും വേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ട വെയിറ്റ് വേണ്ട രീതിയിൽ വേണ്ടതുപോലെ ചെയ്തു കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് റിസൾട്ട്സ്. സ്ലോ റിസൾട്ട്സ് ഈസ് ബെറ്റർ ദാൻ നോ റിസൾട്ട്സ്. സോ ഈഗോ അടിച്ച് ലിഫ്റ്റ് ചെയ്ത് നടുവ് ഉളുക്കി കൈ ഉളുക്കി മാറിയിരിക്കുന്നതിനെക്കാട്ടിലും നോർമലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് പ്രോപ്പറായിട്ട് ചെയ്യുക. ഗോട്ട് ദ പോയിന്റ്. സോ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ സെക്കൻഡ് സെറ്റിലേക്ക് പോവാം. വാ സ്കൂപ്പ് അങ്ങോട്ട് ഇടിച്ചാമേ. ഇന്ന് ആക്റ്റീവ് ആയിരിക്കും. 8-9 മണിക്കൂറത്തേക്ക് പീരീഡ് എഫക്റ്റ് കാണത്തുള്ളൂ. സോ അപ്പം
ശ്യാമും എൻ്റെ കൂടെ ഷോൾഡർ വർക്കൗട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞു. ഇനി ഇരിക്കണമെന്ന് നോക്കണ്ട, ആള് പവർഫുൾ ആണേ. കത്തും. വർട്ടെക്സ് ഒക്കെ ഇട്ടിട്ടാണ് എൻ്റെ കൂടെ ചെയ്യാൻ പോണേ. അടിച്ച് കയറി വാ. പ്രീ വർക്കൗട്ടോ ക്രിയാറ്റിനോ വേ പ്രോട്ടീനോ എന്താന്ന് വെച്ചാൽ കൊടുക്ക്, എല്ലാം എൻ്റെ ചെലവ്. Here, bye. We are going for the second set, guys. Let's go. 1, 2, 3. Oh. കഥം. We have one more set. 3 sets ചെയ്യുന്ന. അപ്പോൾ ഇത് 3 സെറ്റാണുള്ളത്. We'll be doing 3 sets of incline dumbbell flies. നമ്മൾ ലാസ്റ്റ് സെറ്റാണ് പോകുന്ന. അപ്പോൾ അതിന് നമുക്ക് 20 എടുക്കാം. 20ൽ നമുക്ക് മാക്സിമം ഫെയിലിയർ പുഷ് ചെയ്യാൻ നോക്കാം. ഓ യാ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. Let's go. 1, 2, 3, 4, 8. 2 more. Easy. One more. Not done yet. Not done yet. Easy. Wonderful. Easy. For the last chest workout, നമ്മൾ ക്രോസ് ഓവറാണ് ചെയ്യാൻ പോകുന്ന കേബിൾ ക്രോസ് ഓവേഴ്സ്. അതും ഇതുപോലെ ഒരു നമുക്ക് ഫെയിലിയർ പോകുന്ന വെയിറ്റ് ഇട്ടിട്ട് അത് വെച്ചിട്ട് 8 to 12 നമ്പേഴ്സ് ഫെയിലിയർ പുഷ് ചെയ്യാൻ നോക്കുക. എല്ലാ വർക്കൗട്ടും നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. ഫെയിലിയർ പുഷ്, ഫെയിലിയർ ഫെയിലിയർ ഫെയിലിയർ, അത് തന്നെ, വേറൊന്നുമില്ല. നമ്മുടെ മൈൻഡിൽ ഫെയിലിയർ മാത്രമേ ഉള്ളൂ. സോ ഫെയിൽ ചെയ്യണം, എന്നാലേ സക്സസ് ആകാൻ പറ്റുള്ളൂ. അതെങ്ങനെയുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റം. അപ്പോൾ നമ്മൾ വൺ സൈഡ് 25 ഇട്ടിട്ടുണ്ട്. നമ്മൾ നിന്നോണ്ടല്ല, ഇൻ നീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബാ, വിൽ ഷോ യു ഹൗ ടു ഡു ഇറ്റ്. എടുത്തിട്ട് യു ഹാവ് ടു ഗോ ടു എ പൊസിഷൻ ആൻഡ് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ അപ്പർ ബോഡി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ലോവർ ബോഡി ഇട്ടിട്ട് തൂങ്ങുന്ന പരിപാടി കുറയ്ക്കും. വെയിറ്റ്, യാ, ലെറ്റ്സ് ഗോ. 1, slow, slow, slow. 2, 3, 10. 2 more, easy. Last one. One more. സോ അപ്പം അങ്ങനെ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല, കൂടുതൽ ഫോക്കസ് നമുക്ക് നമ്മുടെ ചെസ്റ്റിലേക്ക് കിട്ടും. ലൈക്ക് ഇങ്ങനെ നിന്ന് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കാല് വെച്ച് വലിക്കും, കാല് വെച്ച് നോക്കും. അപ്പം മോർ പവർ, പകുതി പവർ നമ്മുടെ ലോവർ ബോഡിയിലോട്ട് പോകും. അപ്പം നമുക്ക് മുകളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതാവുമ്പോൾ മുട്ടിലായതുകൊണ്ട്, നീസിലായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് ചെസ്റ്റിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റും. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ആൻഡ് നെക്സ്റ്റ് സെഷനിൽ ക്രോസ് ഓവർ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി ഗോണ ബ്ലോ യുവർ ചെസ്റ്റ്. നമുക്കിനി ഇത് ഒരു 3 സെറ്റ് കൂടെ ഉണ്ട്. വിൽ റാപ്ഡ് അപ്പ് ക്വിക്ക്ലി ആൻഡ് സ്റ്റാർട്ട് അവർ ഷോൾഡർ സെഷൻ. അപ്പോൾ നമുക്ക് നമ്മുടെ തുണിയൂരൽ പ്രക്രിയയിലേക്ക് കിടക്കാം. ലെറ്റ്സ് റിമൂവ് അവർ പമ്പ് കവർ. അപ്പർ ചെസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ പമ്പായിട്ടുണ്ടോ, കാണാം. ലുക്ക് അറ്റ് ദിസ് ഗൈസ്, പീസ് ഓഫ് ഹാർട്ട്. അപ്പർ ചെസ്റ്റും ഫുൾ ചെസ്റ്റ് നല്ല രീതിയിൽ പമ്പായിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഫോർ ദ ഫൈനൽ സെറ്റ്. വെയിറ്റ് ഒക്കെ സെയിം തന്നെ. റബ്സ് ഒക്കെ 8 to 12 റബ്സ്, 8നും 12നും ഇടയ്ക്ക് ഫെയിലിയർ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. Come on. 1, 2, 3. One more. കാരണം ഇനി പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡറിലേക്കും കൂടെ കുറേ പ്രഷർ പോകും, ചെസ്റ്റിന് കിട്ടത്തില്ല.
സോ അപ്പം അത് വെച്ച് നിർത്താന്നുള്ളതാ. ലെറ്റ്സ് ഗോ, അടുത്ത പിടിക്കാം. വാ. നമ്മുടെ ചെസ്റ്റ് വർക്കൗട്ട് കംപ്ലീറ്റ് ആയി. അപ്പൊ ഞാൻ ഷോൾഡറും കൂടെ ഉണ്ട്. ഇനി ഷോൾഡർ ചെയ്യുമ്പോഴത്തേക്കും ശ്യാം ചേട്ടനും എൻ്റെ കൂടെ ഷോൾഡർ വർക്കൗട്ട്, ഞാൻ ഇന്നത്തെ പ്രീ വർക്കൗട്ട് എടുക്കുന്ന ആളെ കാണിച്ചില്ലേ. സോ അപ്പം എൻ്റെ കൂടെ ഫ്ലൈ മൂവ്മെന്റ്സ് ഷോൾഡർ ചെയ്യാൻ വേണ്ടി ശ്യാം ചേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യണം. കം ഓൺ ഗൈസ്, കം ഓൺ. ക്യാമറ, നമ്മൾ ഇവിടുത്തെ എല്ലാം ഒരു ക്യാമറ ചെയ്യണം. വന്ന് ക്യാമറ നോക്ക്, ഇത്രയുള്ള കാര്യം വെച്ചാണ്. സിമ്പിൾ, ചില്ലാവ്. നമ്മൾ നമ്മുടെ ഷോൾഡേഴ്സും ഫ്ലൈ മൂവ്മെന്റ്സ് തന്നെയാണ് ചെയ്യുന്നത്. അതിന് 3 ഐറ്റം ഉള്ളൂ: സൈഡ് റൈസ്, ഫ്രണ്ട് റൈസ് ആൻഡ് പെട്ടക് ഫ്ലൈസിൽ റെയർ ഡെൽറ്റിനും 3 വർക്കൗട്ട്. ഫ്രണ്ട്, മിഡ്, ബാക്ക്, തീർന്നു. അപ്പൊ ഫസ്റ്റ് നമ്മൾ സൈഡ് റൈസ് ചെയ്യുന്ന. ശ്യാം, ആർ യു റെഡി? കം, ലെറ്റ്സ്. ക്യാമറ നോക്കിട്ട് റെഡി എന്ന് പറ. ഇന്റെ മാതിരി ഉടായിപ്പൊന്നും എൻ്റെ കൂടെ നടക്കത്തില്ല. പതുക്ക, യെസ്, പതുക്ക. നൈസ്. 10. നൈസ്. ഷോൾഡറിന്റെ ഫസ്റ്റ് വർക്കൗട്ട് ആയതുകൊണ്ട് നമ്മൾ ഇത് വാം അപ്പ് സെറ്റ് കൊടുക്കും. ഈ ഫസ്റ്റ് സെറ്റ്. കമാ. 2 3 4 5 2 1. നൈസ്. എനിക്കൊന്ന് അടുത്തത് ഒരു 10 എടുക്കാം, എന്നിട്ട് ഒരു 12 നമ്പർ കത്തിക്കാം. സ്പീഡ് വേണ്ട, നോ സ്പീഡ് വർക്ക്ഔട്ട്സ്. ഈസി, സൂപ്പർ. 1, അത്രയും കൊണ്ടുണ്ട് ഇവിടം വരെ. ശരി, 3 4, പതുക്ക, തിരിച്ച് പതുക്കെ ഇറങ്ങിയ. 5 6 7. ലെറ്റ്സ് ഗോ. 1 2 ഷോൾഡർക്ക് പന്ത് പോലിരിക്കണം. 1 2 3 4 2 1. ശ്യാംചരൻ പറഞ്ഞു ലാസ്റ്റ് സെറ്റ് ഡ്രോപ്പ് സെറ്റ് ചെയ്യാന്ന്. സോ അപ്പൊ ഞാനും അക്സെപ്റ്റഡ്. ലൈക്ക് നമുക്ക് ഡ്രോപ്പ് സെറ്റ് ചെയ്യാം. ഡ്രോപ്പ് സെറ്റ് ഈസ് ഗോയിങ് ലൈക്ക് 12.5, 10, 7.5, 5 and 2.5. ഹായ്, ഇത് കൊള്ള. പൂക്കള ഇട്ടോലുണ്ട്. എടേ എടേ. 4 5 6. അടുത്തത് 4 5 6. അടിപൊളി. അടുത്തത് 5 6. വെരി ഗുഡ്. 8. പതുക്കെ പതുക്കെ പതുക്കെ. 2 3. പതുക്കെ തിരിച്ചിറക്ക്. 8 9 10. 2.5 ഫെയിലിയർ ആണേ. 1. പതുക്കെ ഇറക്ക, പതുക്കെ പതുക്കെ പതുക്കെ. ഇവിടം വരെ വന്നാൽ മതി. സൂപ്പർ. 2 2. Last one. Super. Nice, nice, nice. And we are going for the last set, and it's a drop set. Let's go. 1 2 3 6. 1 2 3 4 5 6 7. 1 2 3 4 5 9 10. 1 2 3 4 5 3 wow. 2 1. Sit. അടുത്തത് നമുക്ക് ഫ്രണ്ട് റൈസ് ആണ്. നമ്മൾ സൈഡ് ഡെൽറ്റ് കഴിഞ്ഞു. ഇനി വി ഹാവ് ഫ്രണ്ട് ഡെൽറ്റ്. അത് നമ്മൾ കേബിൾ റോപ്പിൽ ഫ്രണ്ട് റൈസ് ചെയ്യാം. ലെറ്റ്സ് ഗോ. വി ആർ ഗോയിങ് ഫോർ ദ ഫ്രണ്ട് റൈസ്. ഫ്രണ്ട് റൈസിന് നമ്മൾ റോപ്പിന് പകരം വി ബാറിലാണ് ചെയ്യുന്നത്. വി ബാർ ആകുമ്പോഴത്തേക്ക് വിൽ ബി ഗെറ്റിംഗ് മോർ സ്റ്റെബിലിറ്റി. ലൈക്ക് റോപ്പിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് തെന്നി പോകില്ല. ഇഫ് യു ഹാവ് വി ബാർ അറ്റ് യുവർ ജിം, നിങ്ങൾ ഡെഫിനറ്റ്ലി വി ബാർ വെച്ചിട്ട് ഫ്രണ്ട് റൈസ് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാന്ന് നമുക്ക് കാണാം. അവിടെ പുള്ളി കിട്ടുന്നില്ലേ?
ഇവിടം വരെ വന്നാൽ മതി. ഷോൾഡർ എൻഗേജ് ചെയ്തേ, താഴത്തോണ്ട് റെസ്റ്റ് ചെയ്യണ്ട, ഈസി. അമ്മോ, ഷോൾഡർ ഉണ്ടാ പന്ത് പോലെ. കത്തി 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 കത്തി. എൻ്റെ അമ്മോ, ഇൻസെയിൻ പമ്പ്. കൊള്ളാം 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 കൊള്ളാം. നല്ല ബോൾസ് പോലെ ഉണ്ട്. ലുക്ക്, ഓൾ വി നീഡ് ഇസ് എ ഗുഡ് 3D ഷോൾഡേഴ്സ്. നമ്മൾ ഫ്രണ്ട് ഡെൽറ്റിന് 3 സെറ്റ് ചെയ്യുന്നുള്ളൂ. ലൈക്ക് വി ആർ ഗോയിങ് ഫോർ അവർ 3rd സെറ്റ് ബിക്കോസ് വേറെ ഒന്നല്ല, നമ്മൾ ഓൾറെഡി ഫ്ലൈ മൂവ്മെന്റ്സ് ചെയ്തത് കൊണ്ട് നമ്മുടെ ഫ്രണ്ട് ഡെൽറ്റ് മുഴുവൻ ആക്ടിവേറ്റഡ് ആണ്. ലൈക്ക് ഫ്ലൈസ്, ചെസ്റ്റ് ഫ്ലൈസിലാണെങ്കിലും ഇൻക്ലൈൻ ഫ്ലൈസിലാണെങ്കിലും ക്രോസ് ഓവറിലാണെങ്കിലും എല്ലാം നമ്മുടെ ഫ്രണ്ട് ഡെൽറ്റ് അത്യാവശ്യം നല്ലോണം തന്നെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പം നമ്മൾ ഫ്രണ്ട് ഡെൽറ്റ് ചെയ്യുമ്പോൾ 3 സെറ്റ് നീറ്റായിട്ട് ചെയ്താൽ മതി. 4ാം സെറ്റിൻ്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നമ്മൾ 3 സെറ്റ് നീറ്റ്. വി ആർ ഗോയിങ് ഫോർ അവർ ലാസ്റ്റ് സെറ്റ്. ബാ, only clean reps. Let's go. 1 2 3 4 5 8 9 is it 10. You are last one. Easy. നമുക്ക് ഷോൾഡറിന്റെ ലാസ്റ്റ് വർക്ക്ഔട്ട് ഈസ് റെയർ ഫ്ലൈസ്. പെട്ടക് ഫ്ലൈസിൽ റെയർ ഫ്ലൈസ് ആ ചെയ്യുന്ന. സോ ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇതിന്റെ വർക്ക്ഔട്ട് ഖതമാവും. സോ ലെറ്റ്സ് ഗോ ഫോർ ദ റെയർ ഫ്ലൈസ്. ഹോൾഡ് ഹോൾഡ് ഹോൾഡ്. ഇവിടെ ഹോൾഡ്. 3 സൂപ്പർ. 4. ലൈഫിൽ ഇതുപോലെ ലൈഫിൽ ഇഷ്ടംപോലെ നെഗറ്റീവ്സ് ഉണ്ടാവും. ഇഷ്ടംപോലെ ആളുകൾ നിനക്ക് പറ്റില്ല എന്ന് പറയും. അപ്പോഴൊക്കെ നിന്റെ ഡ്രീമും നിനക്കെന്താണ് വേണ്ടത് എന്നുള്ളത് ഫോക്കസ് ചെയ്ത് അതിനുവേണ്ടി പണിയെടുക്കുന്നതാണ് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടി. അല്ലാതെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് നമ്മുടെ ഡ്രീംസും പാഷനും ഒക്കെ ഡ്രോപ്പ് ചെയ്ത് പല വഴിക്ക് പോകുന്നത് അത്ര നല്ല കാര്യമല്ല. ഇപ്പം നിനക്ക് എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ നീ അതിനുവേണ്ടി പണിയെടുക്കണം. എന്നുവെച്ചാൽ പട്ടിയെപ്പോലെ പണിയെടുക്കാതെ ഒരു തേങ്ങയും കിട്ടില്ല. സോ എനിക്ക് പറയാനുള്ളത്, ഡു വിത്ത് ലവ് ആൻഡ് പാഷൻ. നിനക്ക് ഇഷ്ടമുള്ള കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യുക, അല്ലാതെ ഇഷ്ടപ്പെടാത്ത കാര്യം കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സോ ബി ബ്രേവ് ടു ഡു വാട്ട് യു ലവ്. കുറേ നെഗറ്റീവ്സ് ഉണ്ടാവും, കുറേ സ്ട്രഗിൾസ് ഉണ്ടാവും, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. പക്ഷെ വൺ ഡേ നീ ചെയ്തതിനുള്ള റിസൾട്ട് നിനക്ക് കിട്ടിയിരിക്കും ഫോർ ഷുവർ. സോ ഡോണ്ട് ഡ്രോപ്പ് യുവർ ഹോപ്പ്. കീപ് പുഷിങ്, കീപ് ഫൈറ്റിംഗ്. നമ്മുടെ ക്ലീൻ ചെയ്യുന്ന ചേച്ചിയോട് വാക്വം ക്ലീനർ പിടിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ചെറിയ സൗണ്ട് ഉണ്ട്. സോ നോ മൈൻഡ്, ലെറ്റ്സ് ഗോ. ഹോൾഡ്. 1 2 3 5. ഈസി. വിൽ ഗോ മോർ വെയ്റ്റ്സ്. വെയിറ്റ് കുറവാ, നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ലോഡ് ചെയ്യാൻ സെറ്റ്. നിങ്ങളൊരു 3D ഷോൾഡേഴ്സ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡു വർക്ക് ഓൺ യുവർ റെയർ ഡെൽറ്റ് ഓൾസോ. ബാക്കിലത്തെ റെയർ ഡെൽറ്റിനും കൂടെ വർക്ക് ചെയ്തില്ലെങ്കിൽ ആ ഷേപ്പ് കിട്ടില്ല. സോ അപ്പം പലരും സ്കിപ്പ് ചെയ്യുന്നതും മിസ് ചെയ്യുന്നതുമായിട്ടുള്ള വർക്കൗട്ടാണ് റെയർ ഡെൽറ്റിനുള്ളത്. അത് വെറുതെ അങ്ങ് സ്കിപ്പ് ചെയ്ത് വിടും. പക്ഷെ അങ്ങനല്ല, റെയർ ഡെൽറ്റിൻ്റെ വർക്കൗട്ട് അത്യാവശ്യം ഫോക്കസ് ചെയ്ത് നല്ല വെയിറ്റ് ലോഡ് ചെയ്ത് തന്നെ ചെയ്തില്ലെങ്കിൽ യു വോണ്ട് ബി ഗെറ്റിംഗ് ദാറ്റ് 3D ലുക്ക്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി ഹാവ് ടു ഡു ദിസ്. So yeah, let's go. 4 5 4. See, super. Last one. 5. Okay. We'll load more weights and do 8 to 12s. 1 2. Super. 3 Two more. Easy. Super. 1
You can do it, you can do it, you can do it. 2, 3 more. 3, 2, 1 more. 12 വരെ ഉഷാറായിട്ട് പോയി. എന്നെ ഇവിടെ നിന്ന് ഫോഴ്സ് ചെയ്ത് 3 കൂടെ അടുപ്പിച്ച്. പക്ഷെ എന്നാലും 12 അടിപൊളിയായിട്ട് കിട്ടി. ഇതുണ്ടോ? ഇതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് ഈ സാധനം. എന്നാലേ ഡൽറ്റ് വലുതാത്തുള്ളൂ. സോ ഐ ഹാവ് മൈ ട്രോഫി ഹിയർ. എൻ്റെ ട്രോഫി ഇവിടെ സേഫായിട്ട് ഇരിപ്പുണ്ട്. യെസ്, ഇവരെല്ലാവരുടെയും കൂടെ എൻ്റെ ട്രോഫി ഇരിപ്പുണ്ട്. ലവ് യു ബോയ്സ്, ഐ ലവ് യു ബോയ്സ്. 2 ഉണ്ട്. യാ, ഫൈനലി വി റാപ്ഡ് അവർ ഫ്ലൈഡേ. ഫ്ലൈഡേ റാപ്പ് ചെയ്തപ്പോഴത്തേക്കും ലുക്ക് അറ്റ് ദ പമ്പ്, ഷോൾഡേഴ്സ്. ഇതാണ് ഞാൻ പറഞ്ഞ റെയർ ബെൽറ്റ്. ലുക്ക് അറ്റ് ദിസ് പീസ്. ഈ പീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബെൽറ്റ് 3D ബെൽറ്റ് ആവുള്ളൂ. ലൈക്ക് കണ്ടോ, ഈ ഒരു ലുക്ക് നമുക്ക് കിട്ടണമെങ്കിൽ ലുക്ക് 3D ലുക്ക് കണ്ടോ. അപ്പൊ അത് കിട്ടണമെങ്കിൽ വി ഹാവ് ടു ഫോക്കസ് ഓൺ റെയർ ബെൽറ്റ്. യാ, സോ ഐ വിൽ ജസ്റ്റ് ഷോ മൈ കറന്റ് ഫിസിക് കണ്ടീഷൻ. അപ്ഡേറ്റ് ചെയ്യാം. വെയിറ്റ്. So this is me and my current physique update. Yeah, ഞാൻ നല്ലോണം ഫുഡ് കഴിച്ചു. I ate lot of food and എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാം കഴിച്ചു കഴിഞ്ഞൊരു 20 ദിവസത്തിൽ. So I gained lot of fat. I don't care, but ഞാൻ 2 days back ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. So everything will be normal in just 20 days. Yeah, 6 pack ഒക്കെ അവിടെ തന്നെ ഉണ്ട്. കുറച്ച് ഫാറ്റ് കയറിയെന്നുള്ളൂ. Yeah, so that's it. That's a wrap for our Friday, guys. So finally we wrapped our workout. അപ്പോൾ after workout നമുക്കൊരു scoop creatine എടുക്കാം. This is also from Muscle Blaze and let's go. ഇത് ഒരു ചെറിയ ട്രാവൽ പാക്കാ. ഐ തിങ്ക് ഒരു 100 grams സ്മോൾ പാക്കാ. It's also citrus flavor. Yeah, അതൊരു സ്കൂപ്പ് എടുക്കാം. റിയലി ടേസ്റ്റ് ലൈക്ക് നാരങ്ങ വെള്ളം. ഇത് തണുത്ത വെള്ളത്തിൽ കുടിക്കുവാണെങ്കിൽ ഇത് കറക്റ്റ് നാരങ്ങ വെള്ളം പോലെ ഇരിക്കണം. ഖത്തം. അതുപോലെ തന്നെ ഇഫ് യു വാണ്ട് പർച്ചേസ് ദി സപ്ലിമെന്റ്സ്, ഞാൻ കോഡ് പ്രൊവൈഡ് ചെയ്യാം. യു വിൽ ബി ഗെറ്റിംഗ് എക്സ്ട്രാ ഡിസ്കൗണ്ട്. യു ക്യാൻ ഹെൽപ്പ് മീ ഔട്ട്. അപ്പോൾ ഇഫ് യു ലവ് ദ വീഡിയോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ ഫ്ലൈഡേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ലൈക്ക് ദ വീഡിയോ, കമൻറ്റ് യുവർ റെസ്പോൺസ്. ഞാനപ്പോൾ അടുത്ത വീഡിയോ അതനുസരിച്ച് ചെയ്യാം. ആൻഡ് വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഫോളോ ഫോർ മോർ. Until then, Gokul signing off. Bye bye.